ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ആദ്യത്തെ ദിവസമാണ് നമ്മൾ സന്നിധരായിട്ടുള്ളത്. ഇന്നത്തെ വിഷയവും നമുക്കറിയാം. ദുൽഹിജ്ജ 10 ദിനങ്ങൾ എന്ന വിഷയത്തിൽ ആണ് വിജ്ഞാന സദസ്സ് ഉള്ളത്. നമ്മുടെയൊക്കെ ദീന് പഠിക്കാനുള്ള ആഗ്രഹവും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള നടപ്പിൽ വരുത്താനുള്ള താല്പര്യവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ ക്ലാസ്സിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ ഒരു വിജ്ഞാന സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എടുത്ത് സംസാരിക്കാൻ വേണ്ടി ബഹുമാനായ സുബ്ഹാൻ സലാഹിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. إن الحمد لله الذي يصطفي من الأيام والشهور ما يشاء ويختار ويختص من الأزمنة بالفضائل ما يريد رحمة منه وتذكرة لأولي الأبصار. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ദുനിയാവിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളൊക്കെ എന്താ പറയുക? ദുനിയാവിലെ ഏറ്റവും വിലപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? സമയം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വിലയേറിയത് സമയം. നരകത്തിൽ പാപികളായ ആളുകൾ, നന്മകളിൽ നഷ്ടം സംഭവിച്ച, തിന്മകൾ അധികരിച്ച ആളുകൾ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ. അവർ നരകത്തിൽ കിടന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം, ശിക്ഷയുടെ കാഠിന്യം, അത് സഹിക്കാൻ കഴിയാതെ മുറവിളി കേട്ടുന്ന ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്ന, ഞങ്ങളെ നീ പുറത്തേക്ക് കൊണ്ടുപോകണമേ. എവിടുന്ന്? നരകത്തുനിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ.
മുമ്പ് ഞങ്ങളൊക്കെ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പടച്ചോനൊരു അവസരം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് നരകത്തിൻ്റെ അവകാശികളായ ആളുകൾ അള്ളാഹുവോട് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹു അവരോട് പറയും, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകും നദീർ. ആലോചിക്കുന്നവന്, ചിന്തിക്കുന്നവന് ആലോചിക്കാൻ മാത്രമുള്ള സമയം ഞാൻ തന്നിട്ടില്ലേ? അത്ര ആയുസ് ഞാൻ തന്നിട്ടില്ലേ? എൻ്റെ അർത്ഥം എന്താ? ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ല, ഇനി നിങ്ങൾക്ക് സമയം അനുവദിക്കില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആലോചിക്കാൻ മാത്രമുള്ള സമയം ഞാൻ തന്നിട്ടുണ്ട്. ഒരാൾക്കും കുളർമ വിട്ടുപോകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആലോചിക്കാനും ചിന്തിക്കാനും ആലോചിച്ച് ചിന്തിച്ച് നടപടികൾ സ്വീകരിക്കാനും സാധിക്കാത്ത രൂപത്തിൽ കുടുസായ സമയത്ത് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും കൊടുത്തത് അവരുടെ ജീവിതത്തിൽ ചിന്തിക്കാനുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വജാഅകും അന്നദീർ, താക്കീതുകാരായ ആളുകൾ, തെറ്റേതാണ് ശരി ഏതാണ്, തെറ്റ് ചെയ്താൽ എന്താണ്, ശരി ചെയ്താൽ എന്താണ്, ഇങ്ങനെ താക്കീതുകാരായ ആളുകളും നിങ്ങളുടെ അരികിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയും ഫദൂഖൂ, അനുഭവിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫദൂഖൂ, നിങ്ങൾ അനുഭവിക്കണം, ഒരു മാറ്റം ഇതിലുണ്ടാവില്ല. ഫമാലിദ്ദാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടാകുകയില്ല. അയാൾ സമൂഹത്തിൽ എത്ര സ്വീകാര്യനായാലും, കുടുംബത്തിൽ എത്ര വലിയ അംഗീകാരമുള്ള മനുഷ്യനായാലും ശരി, അയാളൊരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ പാർട്ടി തന്നെ ചിലപ്പോൾ രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ടുള്ള പാർട്ടി തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു പോയി. അത്രയും ജനസ്വാധീനമുള്ള മനുഷ്യൻ ആയാലും ശരി, പടച്ചോന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകൾ നടപ്പിലാക്കുന്ന സമയത്ത് ഒരാളും അയാൾക്ക് വേണ്ടി അനുകൂലമായി, അല്ലെങ്കിൽ അയാൾക്കും എന്തെങ്കിലും ഒന്ന് നേടിക്കൊടുക്കുവാനുള്ള ഒരു വാചകമോ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടമോ അവരിലേക്ക് എത്തൂല എന്നാണ് പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വരും, ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ എന്ത് ചെയ്തോ? ഉപയോഗപ്പെടുത്തിക്കോ. വസിഹതിക് ഖബ്ല സഖമിക്, രോഗം പിടിപെട്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമോ, അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങൾ ഊഷ്മളമായ രൂപത്തിൽ, അല്ലെങ്കിൽ കൺകുളിർമയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആസ്വാദനത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗം എന്നെ പിടികൂടിയേക്കാം. അങ്ങനെയുള്ള രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ എന്ത് ചെയ്യണം? നീ ഉപയോഗിക്കണം. വഗിനാഅക് ഖബ്ല ഫഖരിക്, പൈസ കയ്യിലുണ്ടോ? ഐശ്വര്യമുണ്ടോ? ആ സമയത്ത് നീ എന്ത് ചെയ്തോ? കൊടുത്തോ. നിന്റെ ഐശ്വര്യമുള്ള കാലഘട്ടത്തിൽ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം, ജുബൈലിലൊക്കെ വലിയ, നമ്മുടെയൊക്കെ ചിലപ്പോൾ പരിചയത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ടാവും, നമ്മളൊക്കെ കുടുംബത്തിലോ പരിചയത്തിലുള്ള നല്ല പോസ്റ്റിലൊക്കെ ജോലി ചെയ്ത ആളായിരിക്കും. പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോയി. മക്കൾ ഫാമിലി സഹിതം ഇവിടെ നല്ല വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഫാമിലി സഹിതം നല്ല ഒരു ഫാമിലി ഫ്ലാറ്റിലൊക്കെ താമസിച്ച ആളുകളായിരിക്കും. ആ ജോലിയുള്ള, വരുമാനമുള്ള ആ ഭർത്താവിൻ്റെ മരണത്തോടുകൂടി ആ ഭാര്യ വിധവയാകുക, മക്കൾ യത്തീമാകാം. മക്കൾ ഇത്രയും കാലം ജീവിച്ച, ഇത്രയും കാലം ഭക്ഷിച്ച, ഇത്രയും കാലം അനുഭവിച്ച അനുഭവങ്ങൾ പിന്നെ ആ കുട്ടികളുടെ ജീവിതത്തിൽ
കിട്ടിക്കൊള്ളുന്നില്ല. മക്കളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ, മദ്രസകളിൽ പഠിപ്പിക്കാൻ പോലും ഫീസിനു വേണ്ടി മറ്റുള്ള ആളുകൾ സഹായിക്കേണ്ട അവസ്ഥ വന്നേക്കാം. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. നമ്മുടെ പൈതമക്കൾ മറ്റുള്ള ആള് അവരുടെ സ്കൂളിലെ ഫീസ് അല്ലെങ്കിൽ മദ്രസയിലെ ഫീസ് അടക്കുന്നത് കാത്ത് ഒരു വർഷത്തെ അധ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന രംഗം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വാപ്പാക്കില്ലേ മദ്രസയിലെ വരിസംഖ്യ കൊടുക്കാനായി, സ്കൂളിലെ ഫീസ് അടക്കാനായി എന്ന് വാപ്പ വിളിക്കുമ്പോൾ പറയും. ആ വാപ്പയുടെ ശേഷം മക്കൾ ആരോടാ പറയുക? ഭാര്യ ആരോടാ പറയുക? അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുന്നതിന് മുമ്പ് നിന്റെ കയ്യിലുള്ളതിനെ നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫറാഖ ഖബ്ല ശുഗ്ലിക്, അതുപോലെ തന്നെ നിന്റെ ഒഴിവ് സമയത്തെ നീ വ്യാപൃതനാകുന്ന ജോലി തിരക്കുകൾ വന്ന് നിനക്കൊന്നിനും സമയമില്ലാത്ത അത്രയും തിരക്കുകൾ നിന്റെ ജീവിതത്തിൽ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപകാരപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക്, മരിച്ചു പോണതിന് മുമ്പ് നിന്റെ ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനൊക്കെ കുറേ സമയം കിട്ടി. എന്നിട്ടെന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ വന്ന് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, നബിയെ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ള ആളുകളാരാണ്, പുണ്യവാന്മാരായ ആളുകളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ദീർഘമായ ആയുസ് ലഭിച്ചു. ഒരാളുടെ ജീവിതത്തിൽ ദീർഘമായ ആയുസ്, നല്ല ആയുസ് ലഭിച്ചു. ഒരുപാട് കാലം അയാൾ ഇവിടെ ജീവിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അടുത്ത സെന്റൻസ് എന്താ? വഹസുന അമലുഹു, അയാളുടെ ജീവിതത്തിൽ അയാളുടെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തു. ആ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഅയ്യുന്നാസി ശർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാരാണ്, ആളുകളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇതിന്റെ വിപരീത പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു, അവനക്ക് ആയുസ്സൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്, അവന് സുദീർഘമായി കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ വസാഅ അമലുഹു, പക്ഷേ അവനക്ക് കർമ്മങ്ങളൊന്നുമില്ല, നന്മകളൊന്നുമില്ല, പുണ്യങ്ങളൊന്നുമില്ല. കുറേ കാലം ജീവിച്ചു, പക്ഷെ ജീവിതത്തിൽ നന്മകൾ എന്ന് പറയാൻ അവൻ്റെ ജീവിതത്തിൽ അവനൊന്നും നേടിയിട്ടില്ല എങ്കിൽ അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ, അല്ലേ, ഒരു ആദമിൻ്റെ സന്തതിയുടെ കാലുകൾ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ചലിപ്പിക്കാൻ പറ്റില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫിമാ അഫ്നാഹ്, അവന് ലഭിച്ച അവൻ്റെ ആയുസ് അവൻ എവിടെയാണ് ചെലവഴിച്ചത് എന്നത് പടച്ചോനെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പടച്ചോൻ്റെ മുന്നിൽ കണക്ക് അവതരിപ്പിച്ചിട്ട് മാത്രമേ അവൻ്റെ കാലുകൾ എങ്ങനെ അവൻ്റെ അറിവിനെക്കുറിച്ച്, അവൻ്റെ സമ്പത്തിനെക്കുറിച്ച്, അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എവിടെ കൊടുത്തത്, അവൻ്റെ ശരീരത്തെക്കുറിച്ചൊക്കെ അള്ളാഹുവിനോട് എന്ത് ചെയ്യേണ്ടി വരും? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ചില മാസങ്ങളേക്കാൾ അള്ളാഹു എന്ത് ചെയ്തു? പ്രത്യേകതകൾ നൽകി. അതേപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാളും, ചില മണിക്കൂറുകൾക്ക് മറ്റു ചില മണിക്കൂറുകളെക്കാളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ? ആ മണിക്കൂറുകളിൽ, ആ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം അധ്വാനിക്കുന്ന പ്രതിഫലം കൊടുക്കാൻ തയ്യാറാണ്. ഉദാഹരണം അറഫാ ദിനം, പിന്നെ
വെള്ളിയാഴ്ച ദിവസങ്ങൾ അല്ലേ? ദിവസങ്ങളുടെ കൂട്ടത്തിൽ നേതാവ് വെള്ളിയാഴ്ച ദിവസം, പിന്നെ മുഹറം, പിന്നെ ലൈലത്തുൽ ഖദർ, പരിശുദ്ധ റമളാൻ, ദുൽഹിജ്ജയിലെ ശ്രേഷ്ഠമായ 10 ദിനങ്ങൾ, അതേപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, 4 മാസങ്ങൾ. അതിൽ ദുൽഹിജ്ജ 1, ദുൽഖഅദ അല്ലേ? അങ്ങനെ 4 മാസങ്ങൾ. അപ്പൊ സഹോദരന്മാരെ, അപ്രകാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക് അവിടെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള രംഗങ്ങളിൽ അവിടെ നിറസാന്നിധ്യമുണ്ടാക്കുന്നതിനു വേണ്ടി, അവർക്കൊന്ന് ഒരുങ്ങാൻ, അവർക്കൊന്ന് അധ്വാനിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലെ ഏറ്റവും മഹത്തരമേറിയ ദിവസങ്ങളിലാണ്, അതിൻ്റെ 1-ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ ആയത്തിൽ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറയുന്ന പദപ്രയോഗത്തെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകളായ പ്രമുഖരായ മുഫസ്സിറുകളെല്ലാം ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിനങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചത് എന്ന് പരാമർശിക്കുന്നത് സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താണ് ദുൽഹിജ്ജ മാസത്തിന് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പരിശോധിച്ചു നോക്കിയാൽ ധാരാളം ശ്രേഷ്ഠതകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏതാനും ചില ശ്രേഷ്ഠതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങൾ ഏതാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം, അതാണ് 1-ാമത്തെ പ്രത്യേകത. അതിനെക്കുറിച്ചാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫഹാദൽ അശ്റു ഖദ് ഖീൽ ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന. ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാവുന്നു. കമാ നതഖ ബിഹിൽ ഹദീസ്, ഹദീസിൽ സൂചിപ്പിച്ചത് പ്രകാരം ഫഫല്ലലഹു കസീറുൻ അലാ അശ്രി റമളാനിൽ അഖീർ. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കുണ്ട് എന്ന് തഫ്സീർ ഇബ്നു കസീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് ശുഅബുൽ ഈമാനിൽ കാണാം, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. അനസ് റളിയല്ലാഹു പറയുന്നത് ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. എന്നാൽ അറഫ ദിനമോ, അറഫ ദിനം എന്ന് പറയുന്നത് 1000കണക്കിന് ദിനത്തിന്റെ ശ്രേഷ്ഠതയാണ് അറഫ ദിനത്തിലുള്ളത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, അതാണ് 1-ാമത്തെ പ്രത്യേകത. അത് ഏതിലുണ്ട്? ദുൽഹിജ്ജ മാസത്തിലുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങൾ, വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റൊരു ദിനവും തന്നെയില്ല. മറ്റൊരു ദിവസവും അള്ളാഹുവിൻ്റെ പക്കൽ ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായതില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഖുത്ബ ട്രാൻസ്ലേഷനിൽ ഖതീബ് പറഞ്ഞത് വിശദീകരിക്കണ്ടായി. നബിയുടെ അരികിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ജിഹാദോ? ഒരു മനുഷ്യൻ അവൻ ജിഹാദിന് പുറപ്പെട്ടാൽ ജിഹാദ് ഏറെ പുണ്യമുള്ള കാര്യമല്ലേ, ആ ജിഹാദോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും പ്രതിഫലമില്ലേ എന്ന ചോദ്യത്തിന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇല്ല. എങ്ങനെയല്ലാതെ? ഒരു ഷർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി. ഒരു മനുഷ്യൻ അവന്റെ ശരീരം യുദ്ധക്കളത്തിലേക്ക് എന്ത് ചെയ്തു? അവന്റെ ശരീരവുമായി പോയി. വമാലിഹി, അവന്റെ സമ്പത്തും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി. ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, അവന്റെ ശരീരമോ അവന്റെ സമ്പത്തോ ആ യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങി വന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ഇമാം ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിവസത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. ഇമാം ഔസാഇ റഹിമഹുല്ലാ പറയാണ്, അത്തരമൊരു ദിവസത്തിലേക്കാണ് നമ്മളിവിടെ കടന്നിരിക്കുന്നത്. അത്തരമൊരു നന്മയുടെ ദിവസത്തിലേക്ക്, നന്മകൾ വാരിക്കൂട്ടുവാനുള്ള, ശ്രേഷ്ഠതകൾ ഒരുപാട് നേടിയെടുക്കുവാനുള്ള, മഹത്വമുള്ള ധാരാളം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരത്തിലേക്കാണ് സഹോദരന്മാരെ നമ്മൾ കടന്നിരിക്കുന്നത്. വീണ്ടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറയുകയാണ്, മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ലമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്രിൽ അദ്ഹാ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനത്തിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു പ്രവർത്തനവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനാ കർമ്മങ്ങളുടെ ഉച്ചി എന്ന് പറയാം. ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനാ കർമ്മങ്ങളിലെ മാതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെ, സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്ന, ഇബാദത്തുകളുടെ മാതാക്കൾ എന്നറിയപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഏതിൽ വരുന്നുണ്ട്? ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മഹാനായ ഫത്ഹുൽ ബാരി റഹിമഹുല്ലയിലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല പറയാണ്, വല്ലദി യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്രി ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദാത്ത് ഫീഹി. അതിലെല്ലാ ഇബാദത്തുകളും കടന്നു വരുന്നുണ്ട്. വഹിയ അസ്വലാ, നിസ്കാരം, അല്ലേ, നമ്മൾ 5 നേരത്തെ നിസ്കാരമുണ്ട്. വസ്സിയാം, നോമ്പുണ്ട്. വസ്സദഖ, ദാനധർമ്മമുണ്ട്. വൽ ഹജ്ജ്, ഹജ്ജുണ്ട്. ബാക്കി 4 കാര്യങ്ങൾ, അല്ലേ, നിസ്കാരം, ബാക്കി 3 കാര്യം, നിസ്കാരം, പിന്നെ നോമ്പ്, സ്വതക്ക. ഈ കാര്യങ്ങൾ എല്ലാ മാസത്തിലും നമുക്ക് കിട്ടും, ചെയ്തൂടെ? പക്ഷെ ഹജ്ജ് കിട്ടണമെങ്കിൽ ഏത് മാസം തന്നെ വരണം? ദുൽഹിജ്ജ മാസം തന്നെ വരണം. മനസ്സിലായില്ലേ? ദുൽഹിജ്ജ മാസം തന്നെ വന്നാലേ ഹജ്ജയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യമായിട്ടുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും ഏതിൽ വരുന്നുണ്ട്? ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുമിച്ച് വരുന്നുണ്ട്. മറ്റൊരു ദിവസങ്ങളിലും ഇവ ഒരുമിച്ച് വരുന്നില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്, അല്ലേ? വൽ അശ്ർ വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? പ്രഭാതം തന്നെയാണ് സത്യം. എന്നിട്ട് അല്ലാഹു പറയാ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ എന്നതിനെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ. ഇവിടെ അയ്യാം ലയാലിൽ അശ്ർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ്, ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇബ്നു സുബൈർ പറഞ്ഞതുപോലെ, മുജാഹിദ് പറഞ്ഞതുപോലെ, വഗൈറു വാഹിദിൻ മിനസ് സലഫി വൽ ഖലഫ്, സലഫുകളിലും ഖലഫുകളിലും പെട്ട പ്രഗൽഭരായ എല്ലാ ആളുകളും പറഞ്ഞതുപോലെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിനങ്ങളെ പിടിച്ച് സത്യം ചെയ്തത് അത് അശ്റ ദുൽഹിജ്ജയാണ്, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. അഞ്ചാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഹജ്ജു കർമ്മം നിർവഹിക്കാനായി അല്ലാഹു നിശ്ചയിച്ച ദിവസങ്ങൾ ഈ 10 ദിവസത്തിൽ, അല്ലേ? ഹജ്ജിന്റെ കർമ്മം സ്റ്റാർട്ട് ചെയ്യില്ല എപ്പോഴാ? എന്ന് മുതല ഹജ്ജിന്റെ കർമ്മം? ഇഖ്തലഫ, അല്ലേ, ഇതുണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ദുൽഹിജ്ജ 8 പ്രഭാതോദയത്തിന് ശേഷം ളുഹറിന് മുമ്പായിക്കൊണ്ട് എവിടെയാണോ ഹാജിമാരായിട്ടുള്ള ആളുകൾ ഉള്ളത്, ചിലപ്പോൾ ഒരു റൂമിലായിരിക്കാം, ചില ആളുകൾ മിനയിലെത്തിയിട്ടുണ്ടാകാം, എവിടെയാണോ ഉള്ളത് ആ ഉള്ള ഭാഗത്തുനിന്ന് കുളിച്ച് ഫ്രഷായി ഇഹ്റാമിൽ പ്രവേശിക്കും. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന പ്രഖ്യാപനത്തോടു കൂടി എന്നിട്ട് തൽബിയത്ത് ചൊല്ലൽ തുടങ്ങും. റൂമുകളിലുള്ള ആളുകൾ മിനയിലേക്ക് പുറപ്പെടും. റൂമിലുള്ള ആളുകൾ മിനയിലുള്ള ആളുകൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അതായത് യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8 ഈ ദിവസത്തിലാണ് ഹാജിമാരായിട്ടുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് 8-ാം തീയതി നമ്മൾ ഇവിടുന്ന് പോകുന്ന ഹാജിമാരും നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഹാജിമാരെല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന പ്രഖ്യാപനത്തോടു കൂടി ഹജ്ജിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആരോഗ്യത്തോടു കൂടി എല്ലാ നന്മകളും ചെയ്യുവാൻ അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം.
അതുപോലെ തന്നെ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല, അതിനുള്ള പ്രയത്നം കൂടി നമ്മളുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്ത് ചെയ്യും? അതിലേക്ക് എളുപ്പമുണ്ടാക്കി തരും. ദുനിയാവിലെ എല്ലാ കാര്യം നടക്കുന്നുണ്ടാവും. പെട്ടെന്നൊരു വീട്ടിലൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊടുക്കാൻ കായുണ്ടാവും കയ്യിൽ. കുടുംബത്തിലൊരു കല്യാണം വന്നാൽ അവിടെ കൊടുക്കാൻ കായുണ്ടാവും. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അവിടെ കൊടുക്കാൻ കായുണ്ടാവും. ചോദിച്ചാലോ പൈസല്ല. നന്മയുടെ വിഷയത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തും. മനസ്സിന്റെ പിശുക്ക് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചാണ്, ഇബ്ലീസാണ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഫഖറിനെ കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളെ പട്ടിണിയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ആരാ? ശൈത്താനാണ്. ആ ദാരിദ്ര്യത്തെക്കുറിച്ച്, നന്മകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? അതല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ, നമുക്ക് കൂലിയിട്ടുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കും. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ എന്തുണ്ടാവും? നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ. പ്രവാസികളായ ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മൾ ചുണ്ടത്തെത്തി, അതായത് സൗദി അറേബ്യയിലെത്തി. ഇവിടുന്ന് പോകലാണ് നാട്ടിൽ നിന്ന് പോകുന്നതിനെക്കാട്ടി. നാട്ടിൽ ഇപ്പോൾ എത്ര റേറ്റ് ഹജ്ജിന്? 5, 6 7 ലക്ഷത്തിനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രാവശ്യം എത്രയാണ് അടിച്ചത്? നാട്ടിൽ 2 ലക്ഷത്തിൻ്റെ അല്ലേ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്. അത്യാവശ്യം തിരക്കടില്ലാത്ത നല്ല ഹംലയാണ്. നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കിട്ടുന്നതിനെക്കാട്ടി നല്ല സൗകര്യങ്ങളാണ് ഇവിടുന്ന് പോകുന്നത്, ദാഖലിയായിട്ടുള്ള ആളുകൾ പോകുന്നവർക്ക് കിട്ടുക. മനസ്സിലല്ലേ? ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നാട്ടിൽ നിന്ന് പോയ ഒരു ടീമിൻ്റെ ടെൻറ്റ് ഞാൻ സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. വല്ലാത്ത സങ്കടം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സന്ദർശനമായി. നമുക്കൊക്കെ അറഫയിൽ താൽക്കാലികമായ ഒരു ടെൻറ്റ് കുറഞ്ഞ സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തരുന്ന രൂപത്തിലുള്ള, അതിനെക്കാട്ടി കുറച്ചുകൂടി കട്ടിയുണ്ടാവും. അത്രയേ ഉള്ളൂ ഓൽക്ക് മിനയിൽ താമസിക്കാനുള്ളത്. അതിലിരുന്നാൽ തന്നെ അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മേത്ത് കുത്തും. അത്രയും ഇപ്പം എന്താ പാടുന്ന് അറിയില്ല കേട്ടോ. ഞാൻ പോയ സമയത്തുള്ള സൗകര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശരി, ടെൻറ്റിലടിയിൽ ഒക്കെ വളരെ പ്രയാസകരമാകുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജ് ചെയ്യാനുള്ളൊരു രാജ്യത്ത്, ദുബായിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെക്കാൾ നമ്മൾ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ എത്തിയിട്ടും നമ്മുടെ ഈ ആയുസ്സിൽ അല്ലേ, സാമ്പത്തികമായി ഒരാൾക്ക് കഴിവുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സാമ്പത്തികമായി ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ ഹജ്ജ് നീട്ടി വെക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷേ മരിക്കുന്നതിൽ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ നീട്ടിവെക്കുകയാണെങ്കിൽ അയാൾ നന്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിദൂരത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയോടൊപ്പം നമുക്ക് ഉണ്ടാകേണ്ടത് പറ്റും. അള്ളാഹു എന്നെ സഹായിക്കും, എൻ്റെ റബ്ബിനെ സഹായിക്കും. പടച്ചോൻ സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക. അപ്പോൾ ദുൽഹിജ്ജ 8 അല്ലേ, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട ദുൽഹിജ്ജ 8 യൗമു തർവിയ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 വരുന്നത്. രണ്ടാമത്തെ ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9ന്റെ പേരെന്താ? യൗമു അറഫ ദിനമാണ് അല്ലേ. അറഫയിൽ നിൽക്കാത്തവനെന്തില്ല? ഹജ്ജില്ല. അറഫന്റെ ആ ദിവസം ദുൽഹിജ്ജ 9ന്റെ അന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അറബി ചാനലുകളും മറ്റൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, ആയിരക്കണക്കിന് ആംബുലൻസുകളാണ് വരിയായിട്ട് പോലീസിന്റെ കാവലോട് കൂടിയിട്ട് എവിടേക്ക് വരിക? അറഫയിലേക്ക് വരിക. അതായത് ഹജ്ജ് ലക്ഷ്യം വെച്ച് ഹജ്ജിന്റെ നിയ്യത്തോട് കൂടി വന്ന എല്ലാ ഹാജിമാരെയും നുള്ളിപ്പെറുക്കിയിട്ട് എവിടെ കൊടുത്ത് നിർത്തും? അറഫയിൽ കൊണ്ടുവരും. അള്ളാഹു ഈ രാജ്യത്തെ സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാം ഇനി ആംബുലൻസ് കൊണ്ടുവരാൻ പറ്റാത്തതിന് ഹെലികോപ്റ്ററിൽ കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യും? അത്രമാത്രം ഹാജിമാരായ ആളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നിൽക്കാത്തവൻ എന്തില്ല? ഹജ്ജില്ല. ആ യൗമുൽ അറഫ എന്ന് പറയുന്ന 9ാമത്തെ ദിവസവും ഏതിലാ വരുന്നത്? ദുൽഹിജ്ജ മാസത്തിലെ. പിന്നെ ദുൽഹിജ്ജ 10, അതും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് യൗമുൻ നഹർ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ അറവിന്റെ ദിവസം അല്ലേ. ഹാജിമാരായ ആളുകൾ അവരുടെ അൽഹയും അതുപോലെ തന്നെ ഹാജിമാരല്ലാത്ത ആളുകൾ ഉദ്ഹിയ്യത്ത് അറക്കുന്നതും എന്നാണ്. അതുമാത്രമല്ല, ഹാജിമാരെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന ദിവസമാണ് ദുൽഹിജ്ജ
10-ാം ദിവസം. കല്ലേറ്, ബലിയർക്കൽ, ത്വവാഫുൽ ഇഫാദ, പിന്നെ മുടിമുണ്ടനം ചെയ്യൽ, ഇങ്ങനെ ധാരാളം കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന ദിവസമാണേത് യൗമുൻ നഹർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദിവസങ്ങളെല്ലാം ഏതിൽ കടന്നു വന്നിട്ടുണ്ട്? ദുൽഹിജ്ജ മാസത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനാ കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ ദിവസങ്ങളിലെ കർമ്മങ്ങളെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയമുള്ള മറ്റൊരു കർമ്മവുമില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. നിയ്യത്തോടുകൂടി. ഇന്നിപ്പോൾ 1-ാമത്തെ ദിവസമാണ് അല്ലെ, മഗ്രിബോടുകൂടി ഒന്ന് പൂർത്തിയാവും, 2-ാമത്തെ ദിവസത്തിലേക്ക് കടക്കും. അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാ നന്മകളെ ഒന്നും നിസ്സാരമാക്കി കാണാതെ, ഒന്നും നിസ്സാരമാക്കി കളയാതെ നമുക്ക് നോമ്പുകൾ നോക്കാൻ പറ്റുമെങ്കിൽ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 9 ദിവസം നമുക്ക് നോമ്പ് നോക്കാം. കാരണം എന്താ? എല്ലാ നന്മകളും എന്ന് പറയുന്നതിൽ മുത്തലക്കായിട്ടുള്ള സുന്നത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 9 വരെയുള്ള നോമ്പ് നോക്കാം. 9-ാമത്തെ നോമ്പ് ഏതാണ്? അറഫയുടെ ഭാഗമായിട്ടുള്ള നോമ്പാണ്. ദാനധർമ്മങ്ങൾ കുറച്ചെങ്കിലും, ചെറിയ പൈസയെങ്കിലും അല്ലെ, കഴിയാത്ത ആളുകൾ, കടക്കാരനാണോ, പ്രയാസം അനുഭവിക്കുന്നവനാണോ, അന്നത്തിന് പ്രയാസപ്പെടുന്നവനാണോ, എന്നാലും ഒരു റിയാലെങ്കിലും എല്ലാ ദിവസവും ഞാൻ സ്വതക്ക് കൊടുക്കും എന്ന നെയ്യത്തെടുക്കുക. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലെ സുന്നത്ത് നമസ്കാരങ്ങൾ, മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ നവാഫിലായിട്ടുള്ള റവാത്തിബായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, നവാഫിലായിട്ടുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കാനും പരിശ്രമിക്കണമെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ശ്രേഷ്ഠതകൾ ഈ വിഷയത്തിൽ ഇനിയും പണ്ഡിതന്മാരായ ആളുകൾ, സ്വഹാബിമാരായ ആളുകളുടെ വാക്കുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തക്ബീറുകൾ ചൊല്ലുക. ദുൽഹിജ്ജ മാസത്തിൽ മുത്തലക്കും മുഅയ്യനുമായിട്ടുള്ള തക്ബീറുകളുണ്ട് അല്ലേ? ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടത് മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ 13 അസർ വരെയുള്ള ദിവസങ്ങളിൽ ഏതു സമയവും നമുക്ക് എന്ത് ചെയ്യാം? തക്ബീറുകൾ ചൊല്ലാവുന്നതാണ്. അതിന് ഇന്ന സമയം, ഇന്ന സന്ദർഭമൊന്നുമില്ല. തക്ബീറുകൾ ഒതുക്കാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ മാസം പിറന്നിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്ന? അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നു. അവരങ്ങാടിക്ക് ഇറങ്ങും. എന്നിട്ട് ഉച്ചത്തിൽ അവരെന്ത് ചെയ്യും? തക്ബീറുകൾ ചൊല്ലുന്നു. പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഓരോ ഗല്ലികളിലും കുട്ടികൾ എന്ത് ചെയ്യും? 4 ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി. അതൊക്കെ ഒരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഇന്നാർക്കും സമയമില്ല അല്ലേ? പള്ളിയിൽ നിന്ന് തക്ബീറും എല്ലാം മറന്നിട്ടുണ്ടെങ്കിൽ മറ്റേ പെരുന്നാൾ അടുത്തുക്കുന്നുള്ളത് മറന്നു വന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ സാഹചര്യം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നന്മകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ വീടുകൾ തോറും തക്ബീറുകൾ ചൊല്ലി ഇങ്ങനെ വരിവരിയായിട്ട് മക്കൾ ചിരട്ടിൻ്റെ ഉള്ളിൽ മെഴുകുതിരിയൊക്കെ കത്തിക്കും. എന്തിനാണ്? വഴിയിലൊന്നും ഇന്നത്തെ മാതിരി ഇലക്ട്രിക് പോസ്റ്റോ ലൈറ്റോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചിരട്ട അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവും വഴി കാണാൻ വേണ്ടിയിട്ട്. കോളാമ്പി ഉണ്ട് അല്ലേ? ആ കോളാമ്പിൽ ഇങ്ങനെ വായി വെച്ചിട്ടാണ് ഇത് തക്ബീറില്ല എല്ലാവരും പാടെ. അതൊക്കെ മക്കളുടെ ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മളാണല്ലോ അന്നത്തെ കുട്ടികൾ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ വല്ല അനുഭവങ്ങൾ കിട്ടുന്നുണ്ടോ? തക്ബീറുകൾ എന്ന് പറയുന്ന സുന്നത്ത് അല്ലേ, തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത് ആ ഒരു സുന്നത്ത് നടപ്പിലാക്കുക എന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. നമുക്ക് വേണമെങ്കിൽ ഇനിയും ചെയ്യാം അല്ലേ? ഇനിയും നമുക്ക് ചെയ്യാം. ഒരു 1000 റുപ്യ അല്ല 500 റുപ്യ 800 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൈക്ക് ചെറിയൊരു സ്പീക്കറും കിട്ടും. പെരയിൽ നമ്മളെ മക്കളൊക്കെ കൂടെ കൊലായി കുളിച്ചെത്തി ആ സ്പീക്കറും കൊടുത്ത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞാൽ ഒരു ചെല്ലിടന് കൂലി നമുക്ക് കിട്ടൂലേ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവൻ ഒഴിപ്പിച്ച കൂലി നമുക്ക് കിട്ടൂലേ? അതിന് പ്രചോദനം കൊടുക്കാൻ നാട്ടിൽ ഫാമിലികളുള്ള ആളുകൾക്ക് അല്ലേ, അതേപോലെ തന്നെ വീട്ടിൽ മക്കളൊക്കെ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും അവിടെ കൂടിയിട്ട് തക്ബീർ ചെല്ലുക. ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാൾ ചെല്ലുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാവരും ഒരുമിച്ച് ചെല്ലും. ദുൽഹിജ്ജ മാസം 1 മുതൽ ദുൽഹിജ്ജ മാസത്തിലെ 13 അസുർ വരെ, അതാണ് അയ്യാമുത്ത് ശരീക്കിന്റെ അസുർ വരെയുള്ള ദിവസങ്ങളിൽ ചെല്ലുക എന്ന് പറഞ്ഞത്. ഇനിയോ നമസ്കാരത്തിന് ശേഷം, നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം, അതെന്നാ തുടങ്ങുക? യൗമുൽ അറഫയുടെ സുബഹി ഫജ്ർ നിസ്കാരം മുതൽ എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ഇപ്പം നമ്മൾ പള്ളിയിലാണെങ്കിൽ ആ ഇമാമ് ചൊല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിങ്ങനെ നിൽക്കണ്ട. സലാം വീട്ടി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പറയാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ആർക്കും പ്രയാസമില്ല, നമുക്ക് ചൊല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെ എല്ലാവരും ഇപ്പം നമ്മളെ ട്രാൻസ്ലേഷൻ മസ്ജിദ് യൂസുഫിൽ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? മുഅദ്ദിനായിട്ടുള്ള ആള് അദ്ദേഹം തക്ബീർ തല്ലൽ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ആരും ചെല്ലൽ തുടങ്ങിയില്ല, മൂപ്പർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ആളുകൾ എല്ലാവരും ആ സുന്നത്തിലേക്ക് വന്നു. വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം എന്താ, ആകെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആകെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ യൗമുൽ അറഫയുടെ അന്ന് ദുൽഹിജ്ജ 9 അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ പെരുന്നാൾ നിസ്കാരം നേരത്തെ ആകണമുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും മൂടും തട്ടിപ്പായി കുളിച്ചു മാറ്റിയിട്ട് ഈദ്ഗാഹിലേക്ക് വരാൻ വേണ്ടിയിട്ട്. തക്ബീറില്ല നാട്ടിലൊന്നും, തക്ബീറില്ല. കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ നാട്ടിൽ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ ഈദ് കൂടാൻ പറ്റി. അപ്പം എന്താ വെച്ചാൽ പള്ളികൾ ചില ആളുകൾ കുട്ടികൾ മൈക്ക് കേടെടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ മൈക്ക് തന്നെ അടുപ്പിക്കില്ല, അതോടുകൂടി ഖലാസ്. ഇനി മൈക്കൊക്കെ വെച്ചു കൊടുത്താൽ തന്നെ കുട്ടികളെ കിട്ടാനില്ല. പള്ളിയുമായിട്ടുള്ള ബന്ധം, പള്ളിയുടെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ, ദിക്റുകൾ, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ നോമ്പുകൾ എടുക്കുക, അതേപോലെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ വർദ്ധിപ്പിക്കുക. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാറുകൾ തേടിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണമൊക്കെ ഇതിൽപ്പെടും. മനസ്സിലായില്ലേ? ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മദ്രസ ഉണ്ട്, അൽ ഫുർഖാൻ മദ്രസ ഉണ്ട് ദേവാ സെന്ററിന്റെ അണ്ടറിൽ, സൗദി മതകാര്യ വകുപ്പിന് കീഴിൽ നടക്കുന്ന സൗദി അറേബ്യയിലെ ജുബൈലിലെ ഏക സ്ഥാപനമാണ്, ഒരേ ഒരു സ്ഥാപനമാണ്. നല്ല ശീതീകരിച്ച നല്ല ക്ലാസ് റൂമുകൾ, അതേപോലെ തന്നെ LCD പ്രൊജക്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല സൗകര്യമാണ്. ഓരോ ക്ലാസ് റൂമിലും 20 കുട്ടികൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. 20 കുട്ടികൾക്ക് ഓരോ ടേബിൾ, ഓരോ ബെഞ്ച്, ഓരോ കസേര. എല്ലാ ശനിയാഴ്ചയാണ് നടക്കുന്നത്. രാവിലെ 7 മണി ടു ലോറുസ്കാരം കഴിഞ്ഞ 1 മണിക്കൂർ കൂടി ഹിഫ്ദ് കൂടി പഠിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, 3/4 മണിക്കൂർ കൂടി പഠിപ്പിച്ചിട്ടാണ് പറഞ്ഞേക്കാറുള്ളത്. നമ്മുടെ താമസ സ്ഥലങ്ങളിലോ നമ്മുടെ പരിചയക്കാരോ നമ്മുടെ കൂട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഫാമിലികൾ ഇവിടെ ഉണ്ട് എങ്കിൽ, മലയാളികളായ മക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ പറയണം, അവരുടെ മക്കളെ ഇവിടെ കൊടുന്ന് ചേർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പറയണം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മദ്രസ പഠനം കഴിഞ്ഞ, അതേപോലെ തന്നെ മദ്രസ സ്കൂളുകളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന ആ പ്രായമെത്തിയ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന CRE എന്ന പേരിൽ തുടർ മതപഠന കോഴ്സ് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് ഇന്ന് മഗ്രിബ് നമസ്കാരത്തോട് കൂടിയിട്ട് നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഹാളിൽ വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. 42ഓളം കുട്ടികൾ നമ്മുടെ ഈ CREയിൽ പങ്കെടുക്കാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഈ കൂട്ടത്തിൽ 42 കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മളാരെങ്കിലും മക്കൾ പെട്ടിട്ടില്ല എങ്കിൽ, ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ, ഒരു 14, 15, 16 വയസ്സ്, സ്കൂളിലൊരു 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ. കാരണം എന്താ, ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ എന്തുണ്ടാവും, ഇവരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ഏകദേശം ഒരേ ലെവലിൽ പ്രായം വരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സൗകര്യങ്ങൾ ഏർപ്പെടുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള സൗകര്യമുണ്ട്. അത് നമ്മളിങ്ങനെ തുടർത്തി വ്യവസ്ഥാപിതമായ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രസ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും. അതേപോലെ തന്നെ മദ്രസയിൽ 6, 7, 8 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ ചിലപ്പോൾ അവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ, ചില ദിവസങ്ങളിൽ ഈ ശനിയാഴ്ച സ്കൂളുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച സ്കൂളിൽ, അങ്ങനത്തെ രൂപത്തിൽ ശനിയാഴ്ച ദിവസം കൂടി ചില ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ഡേയ്സുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ കൂടി പരിഗണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കുള്ള സൗകര്യം ഒരുക്കാൻ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇസ്ലാഹി സെന്ററിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായ ആളുകൾക്ക്, അതിൻ്റെ ജനറൽ ബോഡിയിലുള്ള ആളുകൾക്ക്, എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാനുള്ള അവസരങ്ങളാണ് സഹോദരന്മാർ. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ ക്ലാസ്, ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അറഫയുടെ ദിവസം യൗമുൽ അറഫ ദുൽഹിജ്ജ 9 ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് നമ്മൾ കൂടിയ കമ്മിറ്റി നോമ്പ് തുറ നമ്മുടെ സെൻറ്ററിലെ പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, എന്തോരം നന്മകളാണ്, ഏതെല്ലാം നന്മകളാണ് അല്ലേ? നന്മകൾ നമ്മുടെ മുന്നിൽ, എല്ലാ നന്മകൾക്കുമുള്ള
വാതിലുകൾ തുറന്നിടുക. അതിനു പുറമെ ഇന്ന് കൂടി ഒരു മീറ്റിങ്ങിൽ എടുത്ത തീരുമാനം എന്താ, പെരുന്നാളിൻ്റെ അന്ന് എല്ലാവർക്കും രാവിലെ നമ്മുടെ ആളുകൾക്കൊക്കെ സെൻട്രൽ വന്ന് ഭക്ഷണം കഴിക്കാൻ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഈദ്ഗാഹിലേക്ക് പോകാനോ പെരുന്നാളിൻ്റെ ആ ആഘോഷങ്ങളിലും നന്മകളിലും ഭാഗവാക്കാകാൻ തടസ്സമുണ്ടാകാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ ഭക്ഷണം സെൻട്രൽ നോക്കി കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. പൈസ ഇവിടുന്ന് പൈസയുടെ വിഷയമല്ല, പൈസ അതൊക്കെ വന്നോളും ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. പക്ഷേ ആ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സമയം, അവരുടെ ആലോചന, ചർച്ചകൾ എന്തോരം പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. ഒരു നന്മക്ക് വേണ്ടി കൂടിയിരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൂടിയിരിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുത്ത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്തിരിഞ്ഞു പോകുക. അല്ലെ, സ്വർഗത്തിലെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്നു, അള്ളാഹുവിന് വേണ്ടി പിന്തിരിഞ്ഞു പോയി. രണ്ട് വിഭാഗം ആളുകൾ. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ധാരാളം നന്മകൾക്കുള്ള അവസരം. ഞാൻ നീട്ടിപ്പരത്തി പറയാത്തത് നമ്മുടെ തർജ്ജമയിലും ഇതേ വിഷയം തന്നെ വന്നതുകൊണ്ടാണ് നീട്ടിപ്പരത്തി അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാത്തത്. ഈ നന്മകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാ നന്മയിലും എൻ്റെതായൊരു പങ്ക്, അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും. എൻ്റെ ഒരു പങ്ക് എല്ലാ നന്മയിലും ഉണ്ടാകണമെന്ന ഒരു നെയ്യത്ത് നമ്മളെടുത്താൽ എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തുറന്നു തരും. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ചൂടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹജ്ജിന്റെ ക്ലാസ് കഴിഞ്ഞ് അതിന് ശേഷമുള്ളൊരു ദിവസം ഈ ആഴ്ചയിൽ വഴിയിൽ നിന്നിങ്ങനെ കണ്ടപ്പോൾ, ഞാൻ മുമ്പ് ക്ലാസ്സിൽ വന്ന ഓർമ്മ എനിക്കില്ല, ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടം ചിലപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആലോചിക്കാത്തൊരു കാര്യങ്ങൾ പറഞ്ഞു. പള്ളിയിൽ വെള്ളം കൊണ്ടുവെക്കണതിനെ പറ്റിയിട്ടേ 10 റിയാലോ 14 റിയാലിനും ഒരു കാർട്ടൂൺ വെള്ളം കിട്ടൂലേ, അതുകൊണ്ടുപോയാൽ ആ ചെറിയ കുപ്പിയാണെന്ന് 44 ബോട്ടിൽ 44 ബോട്ടിലിട്ടുണ്ടാവും ഒരു ബോക്സ്, 44 ആൾക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സൗകര്യം. അത് ഒരു മനുഷ്യനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു നന്മ ഒരു മനുഷ്യന് വിട്ടുകൊടുത്തില്ലേ? എത്ര ആളുകൾ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും, പ്രാവർത്തികമാക്കണമെന്ന ചിന്ത വന്നിട്ടുണ്ടാവും. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്തരം നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെക്കണമെന്നും ഒരു ദായിയെ കൊണ്ടുവരണമെന്നും ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണമെന്നും തീരുമാനിച്ചാരാ? ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ നന്മയുടെ കൂട്ടായ്മയിൽ ഭാഗമാക്കാൻ സാധിച്ചുവെങ്കിൽ അള്ളാഹു നമുക്ക് ഖൈർ നൽകി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ, പരലോകത്തേക്ക് ഉപകരിക്കുന്ന, പരലോകത്തേക്ക് അല്ല ഭൗതികമായി നമുക്കൊന്നും നേടാനില്ല. ഉണ്ടോ? ഞാൻ അവരെ കൂടെ പോയി കഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ആരെങ്കിലും എനിക്ക് നല്ലൊരു ജോലി തരുമെന്ന് ലക്ഷ്യമിച്ച് ആരും വരില്ല. ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പരിചയപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമെന്ന് ചോദിച്ചിരുന്നോ? ഇല്ല. ഇനി അവിടെ സക്കാത്ത് സെല്ലുണ്ട്, അവിടെ സാമൂഹ്യക്ഷേമ ഫണ്ടുണ്ട്, അതിന് വല്ല ഫണ്ടും ഇല്ല. വരുന്ന അപേക്ഷകളൊക്കെ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നൽകുന്നത്. ഈ കൂടിയിരിക്കുന്ന ആളുകൾ അള്ളാഹു സ്വീകരിക്കുമാറാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭർത്താക്കന്മാരെ ഈ നന്മയിൽ, ആ നന്മയോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പെരേന്ന് ഉന്തിത്തള്ളി പറഞ്ഞേച്ചോളി. പെരയിൽ ഇങ്ങനെ പിടിച്ചിരുത്തണ്ട, ഉന്തിത്തള്ളി പറഞ്ഞേച്ചോളി. കാരണം എന്താ, നമ്മളൊക്കെ കണക്കാക്കാവുന്നതിലും അപ്പുറമുള്ള ധാരാളം നന്മകൾ, ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരങ്ങളുടെ ഖൈറാത്തുകളുടെ വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. അതിൽ നമ്മുടെ ഒരു ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാൻ, എൻ്റെ ഒരു ഭർത്താവ് അതിൽ ഭാഗവാക്കാകാൻ ഞാൻ പ്രചോദനം നൽകി കഴിഞ്ഞുവെങ്കിൽ അയാൾക്കൊരു സ്വസ്ഥതയും സമാധാനവും. അല്ലേ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, കറങ്ങാൻ പോകാൻ തീരുമാനിച്ച ദിവസമായിരിക്കും. അപ്പോഴാണ് ഭർത്താവ് നേരം പിങ്കി വരുന്നത്, പോകാൻ തീരുമാനിച്ച ദിവസമാണ്. അതോടുകൂടി പിന്നെ തെറ്റി ഉണ്ടാതായി. അതിൻ്റെ ദേഷ്യം ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ സുഖവും രസകരമായ അനുഭവമാണ്. അതൊക്കെ അവിടെ വേറെ തന്നെ. പക്ഷേ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഭർത്താവിനോട് നമ്മൾ പിണക്കം സ്വീകരിച്ചാൽ, അള്ളാന്റെ ഭാഗത്തിലൊരു നന്മ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭർത്താവിനോട്, ഒരു മകനോട് അത് നമുക്ക് ഇഷ്ടമായില്ല എന്ന ഒരു അനിഷ്ടം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരായ ആളുകൾ മനസ്സിലാക്കണം. എല്ലാ നന്മയിലേക്കും,
എല്ലാ നന്മയിലേക്കും നമ്മുടെ സഹോദരി സഹോദരന്മാരെ, മക്കളെ എല്ലാ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ മദ്രസയാണ്, അല്ലേ? ഏകദേശം എത്ര കുട്ടികളുടെ ടോട്ടൽ? 150ഓളം കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മംഗലാപുരം സ്വദേശികളായ കുട്ടികൾ 136ഓളം കുട്ടികൾ വേറെയും പഠിക്കുന്നുണ്ട്. ഇപ്പം എത്ര ടോട്ടല്? സ്മൈലാണ് മുഹാസിബ്. 286. നോക്കൂ, 286ഓളം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ്. ഇതിൽ മെമ്പർമാരൊന്ന് കൈവരിച്ച് എനിക്ക് കാണാനുള്ള ബുദ്ധിയുണ്ട് കേട്ടോ. സ്ലൈ സെൻറ്ററിൻ്റെ മെമ്പർമാർ ഒന്ന് പൊന്തിച്ചാൽ കൈവരിച്ചാൽ. ബാക്കിയുള്ളവരായാലും മെമ്പർമാരായിട്ടില്ലല്ലോ. കൂടിക്കോളി, കൂടെ കൂടിയാൽ മാത്രം മതി. ഇതൊക്കെ നമ്മൾ അക്കൗണ്ടിക്ക് വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ? ജനറൽ ബോഡിയിലെ മെമ്പർമാർക്ക് ആകെ ഉണ്ടാകുന്നത് എന്താ? കൊല്ലത്തിൽ 2 തവണ വരിക, അല്ലേ? കണക്ക് അവതരിപ്പിക്കുന്ന കണക്കൊക്കെ ശരിയാണോ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏൽപ്പിച്ച ചുമതലകളൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അയാൾ ചെയ്തില്ലെങ്കിൽ എന്താ അയാൾ ഏൽപ്പിച്ച പണി ചെയ്യാമെന്ന് ചോദിക്കുക. അയാൾക്ക് ബദൽ വേറൊരാളെ ആക്കി എന്ന് നിർദ്ദേശങ്ങൾ വെക്കുക. പിന്നെ 2ാമത്തെ കൊല്ലത്തിലുള്ള പ്രത്യേകത എന്താണ്? അടുത്തൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. ഇതേ ഉള്ളൂ. പക്ഷേ ഈ 2 ഏകദേശം 2-2.5 മണിക്കൂർ മാത്രം ചെലവഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു ഓഹരി നമുക്ക് കിട്ടൂലേ? ഇതിൻ്റെ ഒക്കെ ഒരു നന്മ നമുക്ക് കിട്ടൂലേ? കാരണം എന്താ? നമ്മൾ കൂടി ഉൾപ്പെട്ട ഒരു ജമാഅയുടെ, ഒരു സംഘത്തിൻ്റെ പ്രവർത്തനമാണ്, ഒരു സംഘടിതമായ പ്രവർത്തനം. അല്ല ഇപ്പോൾ സ്വാമോലിക്ക് ഒറ്റയ്ക്ക് പെടുന്നിട്ട് എല്ലാവരും ഇവിടെ വിളിച്ചുകൊടുത്തിട്ട് ഇല്ല നടന്നോളണമെന്നില്ല, അല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുക, ഇത്രയും വലിയൊരു മദ്രസ കോർഡിനേറ്റ് ചെയ്യുക പറ്റൂല. ഇത് അതിനുള്ള ചുമതല ഏൽപ്പിച്ചു, അതിനുള്ള അധ്യാപകന്മാരെ കണ്ടെത്തി, അതിനുള്ള അധ്യാപകർക്കുള്ള സാലറി കൊടുത്തു, പബ്ലിസിറ്റി. കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ ഏകദേശം 18ഓളം ആളുകൾ 18ഓളം ആളുകളാണ് പള്ളികളിൽ, അല്ലേ, ആ ചൂടത്ത് പുറത്തു നിന്നിട്ട് എന്ത് ചെയ്തത്? മദ്രസയുടെ ലഘുലേഖ കൊടുത്തു. അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അതിൽ അറിഞ്ഞൊരു കുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടി അലിഫ് എന്ന അക്ഷരം പഠിക്കുന്നത് നമ്മുടെ മദ്രസയിൽ നിന്നാണ്. ആ കുട്ടി ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് അലിഫ് എന്ന അക്ഷരം പഠിക്കുന്ന കാലമത്രയും ആ കുട്ടിക്ക് ആ അക്ഷരം എത്തിച്ചു കൊടുത്ത പഠിപ്പിച്ചു കൊടുക്കുവാൻ കാരണമായി തീർന്ന നമ്മുടെ ഏടുകളിലേക്ക് ഒരാളുടെ ആയുസിൽ എത്ര തവണ അയാൾ ആ എന്ന അക്ഷരം ഉച്ചരിക്കും, ബ എന്ന അക്ഷരം ഉച്ചരിക്കും, അല്ലേ? കൂട്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാലം അത്രയും ആ കുഞ്ഞിന് ലഭിക്കുന്ന അതേ പ്രതിഫലം അതിൻ്റെ ഉസ്താദിന്, ആ കുട്ടിക്ക് പഠിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത ആളുകൾക്ക് അതിൻ്റെ ഭാരമായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മദ്രസയുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുറാഫാത്തും ഷിർക്കും ബിദ്അത്തും ഒക്കെ പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇവിടെ പലയിടത്തും നടക്കുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ മക്കളെ കൊണ്ടുപോയി ചേർത്ത് മക്കളുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന് എന്ത് ചെയ്യണം? രക്ഷിതാക്കളോട് പറയണം. ഷിർക്കും ഖുറാഫത്തും ബിദ്അത്തൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ടിവിയുടെ മുന്നിൽ പാത്രം വെച്ചിരിക്കുന്ന ഒരു മൊയ്ലിയരെ കുറിച്ചിട്ടല്ലേ? അപ്പോൾ ഞങ്ങൾ ആളല്ല എന്ന് പറഞ്ഞിട്ട് പേപ്പർ വന്നു. ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ? അൽഹംദുലില്ലാ. ഇപ്പോഴാണ് ഓൾക്ക് തിരിഞ്ഞ് കുറേ കാലമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളിതല്ല, ഞാനിന്നല്ല, നമ്മുടെ സലഫി പ്രവാചകന്മാരായ ആളുകളൊക്കെ ഇത് കള്ളത്തരാണ്, ഇത് ചൂഷണമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ സർക്കുലർ ഇറക്കി. എന്ത് സർക്കുലർ ഇറക്കി? ഇയാൾ നമ്മളെ ടീമിൽപ്പെട്ട ആളല്ല, ഇയാളുടെ ഈ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. എന്താണ് ഇയാൾ ദീനിനെതിരായി ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേറെ അടക്കേണ്ടി വരും. ഇയാളെ എന്തുകൊണ്ടാണ് ഇയാൾ നമ്മുടെ ആളല്ല എന്ന് അത് മാത്രം എന്ത് ചെയ്തിട്ടില്ല? ആ പേപ്പറിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല, സർക്കുലർ കാണാൻ പറ്റില്ല. ആ നമ്മളെ ടീമല്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ചൂഷകന്മാരിലേക്ക് നയിക്കുന്ന, അല്ലേ, ദുനിയാവിനെ വിറ്റ് പരലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകളെ, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 2ാമത്തെ കാര്യം നമ്മുടെ സിയാറിയാണ്. നമ്മുടെ സിയാറി ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആരുടെയെങ്കിലും മക്കൾ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ അവരെ നമ്മുടെ സിയാറി ക്ലാസ്സുമായി ബന്ധപ്പെട്ട തുടർ പഠന ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. മറ്റൊരു കാര്യം ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദുൽഹിജ്ജ 1 ഇന്നലെ മാസപ്പിറവി കണ്ടോടുകൂടി ഉളുഹിയത്തിന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇനി നമ്മുടെ മൃഗത്തെ ബലി അറുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ ശരീരത്തിൽ നിന്ന് രോമങ്ങളോ നഖം, രോമം, തൊലി എന്നിവ നീക്കാൻ പാടില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ ചില ആളുകൾ പറയും ഞാൻ നാട്ടിലാണ് ചേർന്നിട്ടുള്ളത്, നാട്ടിൽ മാസം കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നാട്ടിൽ മാസം കണ്ടിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ എവിടെയാണ് ഉള്ളത്? മനസ്സിലല്ലേ? ഇനി നമ്മൾ ചേർന്ന ഉരുവിനെ എപ്പോഴാണോ അറുക്കുന്നത്, അറുത്തു കഴിഞ്ഞാലാണ് ഇനി നമുക്ക് നഖം വെട്ടാനും മീശ വെട്ടി ചെറുതാക്കാനും തലയിൽ മുടിയെടുക്കാനും ഷേവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മനസ്സിലല്ലേ? അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, ഹജ്ജ് പോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിവുണ്ടായിട്ടും ഒരാൾ ഉദുഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ എന്താ പറഞ്ഞു നബി? നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരണ്ടെന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയൊരു ഗൗരവം തോന്നിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും നബിയുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാരാണെന്നാണ് എൻ്റെ ഓർമ്മ, അവർ പറഞ്ഞത് കഴിവുള്ളവൻ്റെ മേൽ ഉളുഹിയത്ത് അറുക്കുക എന്ന് നിർബന്ധമാണ് എന്ന് ഫത്വ പറഞ്ഞ് കാണാൻ പറ്റും. ചില പണ്ഡിതന്മാർ നിർബന്ധമാണ്. എന്താ കാരണം? അങ്ങനത്തെ പദപ്രയോഗമാണ് നബി നടത്തിയത്. കാരണം അത്രയധികം അടിയാറുകളോട് സ്നേഹമുള്ളവനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കൂടെയുള്ളവരോടും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ഉമ്മത്തിനു വേണ്ടി തനിക്ക് ലഭിച്ച ഒരു അവസരത്തെ ഖിയാമത്ത് നാൾ വരെയുള്ള എൻ്റെ ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം, ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന, അത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ച പ്രവാചകൻ, അത്രയധികം സ്നേഹമുള്ള, കാരുണ്യമുള്ള, സൗമ്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ വരണ്ടാന്ന്. ആർത്തവകാരിയാണോ? ഓള് വരട്ടെ മുസല്ലയിലേക്ക്, എന്നിട്ട് നമസ്കരിക്കുന്ന സമയത്ത് അവൾ മുസല്ലയിൽ നിന്ന് മാറി നിൽക്കട്ടെ, നീങ്ങി നിൽക്കട്ടെ. നമസ്കാരത്തിന് ശേഷമുള്ള ഈദിന്റെ ആഘോഷത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും അവൾ ഭാഗവാക്കായിക്കൊള്ളട്ടെ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കഴിവുണ്ടായിട്ടും ഒരുത്തൻ അറുത്തിട്ടില്ലെങ്കിൽ ഓൻ വരണ്ടേ ഈ ആഘോഷത്തിലേക്ക്, നമ്മുടെ മുസല്ലയിലേക്ക് ഓൻ കടക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളുകളുടെ ആകണതിന് മുമ്പ് നോട്ടീസ് ബോർഡിലൊരു ബോർഡ് വരും. എന്താണ്? ഉളുഹിയത്ത് അറക്കാനുള്ള സൗകര്യം, ഷെയർ 9,000 രൂപ, 8,500 രൂപ. ഷെയറിനെയാണോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠകരം ഒരു ഉരുവിനെ അറക്കലാണ്. ഒരു ഉരു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിയോ? ഒട്ടകത്തിന് അറക്കാൻ ഒരാൾക്ക് ഒറ്റക്ക് കഴിയോ? അയാൾ ഒട്ടകത്തിന് അറക്കലാണ് ശ്രേഷ്ഠകരം. ഇനി പോത്തിനെയാണ്, മാടുകൾപ്പെട്ട അല്ലെ പോത്ത് പോലെയുള്ള മൃഗങ്ങളാണെങ്കിൽ ഒരാൾക്ക് ഒറ്റക്ക് അറക്കാൻ പറ്റും, അയാൾ അതിനെയാണ് അറക്കേണ്ടത്, അതാണ് ശ്രേഷ്ഠകരം. ഇനി അതും പറ്റൂലേ എങ്കിലും ഒരാടിനെ, ഈ മൂന്നിനും പറ്റാത്ത ആളാണ് എന്ത് ചെയ്യേണ്ടത്? ഒട്ടകത്തിലും പോത്തിലും ഷെയർ വേണ്ടി. ഇത് നാട്ടിലെ ഏറ്റവും വലിയ കായിക്കാരനായിരിക്കും, ഓൻ പോയിട്ട് ആദ്യം തന്നെ 8,500 രൂപ ഷെയർ എടുക്കും. മനസ്സിലല്ലേ? ഇപ്പോൾ കുറേയൊക്കെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ ഏട്ടനന്യന്മാരൊക്കെ പടം കൂടിയിട്ട് ഒരു പോത്തിന് കുടുംബത്തിന്റെ പേരിൽ, അങ്ങനെയൊക്കെയുള്ള ഇത് പല സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഉടായ്പ എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ അള്ളാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഉദയത്തിന് ചേർന്നിക്കണമെന്ന് വെച്ചാൽ നാട്ടുകാരെ മുന്നിൽ ഉദയത്തിന് ചേർന്നിട്ട് അറക്കണോടത്തൊക്കെ ഒന്ന് വന്ന് നിന്ന് അല്ലേ അതിൻ്റെ പൊതിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇയാളും ചേർന്നിക്കണേ, എന്താ ഒരു ഷെയറാ ചേർന്നിക്കണത്. കഴിവുള്ളവൻ ഒരു ഉരുവിനെയാണ് അറക്കേണ്ടത്. പക്ഷേ ഈ മടിയന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ മഹല്ലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാട്ടിലെ മഹല്ലുകാരും എന്താ ആദ്യം തന്നെ ബോർഡിൽ എന്ത് ചെയ്തു? ഒരു ഷെയർ 9,000 രൂപ, ഒരു ഷെയർ 8,500 രൂപ. അപ്പം എല്ലാവരും പോയിട്ട് ഷെയറാണ് കൊടുക്കുക. പഴയ കാലത്തൊക്കെ ഓരോ കുടുംബത്തുനിന്ന് ഓരോ പോത്തുണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. ഇപ്പം അതൊന്നുമില്ല. വളരെ വിരളം ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. ഇനി ഒരു കുടുംബത്തിന് വേണ്ടി ഒരാൾക്ക് ഒരു ആടിനെ ഇറക്കുകയാണ്, ഒരു പോത്തിനെ ഇറക്കുകയാണ്, ഒരു ഒട്ടകത്തെ ഇറക്കുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടി, അയാളുടെ കുടുംബം തന്നെ ആരാണ്? അയാൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾ, അയാളുടെ വാപ്പ അമ്മ നിർബന്ധമായ അയാൾ ചെലവിന് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു കുടുംബം താമസിക്കുന്ന ആൾ, ആ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു മൃഗത്തെ അറുത്താൽ എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ലഭ്യമാകും. അങ്ങനെ ഒരാൾ ഒരു ഉരുവിനെ ഇറക്കുമ്പോൾ വീട്ടിലെ എല്ലാവരും മുടി കളയാതെ നിൽക്കണ്ട, നഖം വെട്ടാതിരിക്കണ്ട. ആരാണോ നെയ്യത്ത് വെച്ചിട്ടുള്ള അയാൾ മാത്രം എന്ത് ചെയ്താൽ മതി? മുടി കളയുന്ന കാര്യങ്ങളും മറ്റൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സഹോദരന്മാരെ, നമുക്കൊരാടിനെ ബലിയറുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഉമ്മാക്കും ബാപ്പാക്കൊക്കെ വേണ്ടി, നമ്മൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എന്ന നെയ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ഒരാടിനെ ബലിയറുക്കുക. ഇനി മഹലിൽ അറക്കാനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാടിനെ മേടിക്കുക, ഒരു
എല്ലാ നാട്ടിലും 6 പേരുണ്ടാവും. 6 പേരിനെ പോയിട്ട് ആദ്യം തന്നെ ബുക്ക് ചെയ്യുക, വീട്ടിൽ വെച്ച് അറക്കുക. അതിലൊരു ഭാഗം നമുക്ക് ഭക്ഷിക്കാനെടുക്കാം, ഒരു ഭാഗം വിതരണത്തിനും, ഒരു ഭാഗം പാവപ്പെട്ട ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കാം. ഇനി അറക്കാൻ വേണ്ടിയിട്ട് അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അറക്കാൻ വേണ്ടിയിട്ട് മഹലുകളിൽ ആടൊക്കെ കൊടുത്ത ടീമുകളുണ്ടാവും. അപ്പോൾ ഈ അറക്കാൻ വേണ്ടി കൊടുത്ത ആള് ചിലപ്പോൾ അയാളുടെ ഷെയറിന് പുറമെ കുറച്ചുകൂടി ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ കമ്മിറ്റിക്കാരെ മുഖമൊക്കെ പറഞ്ഞു അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ആടിനെ മുഴുവൻ വേണമെന്ന് നിങ്ങൾ കൊടുത്തോളി. അയാളുടെ ആടിനെ മുഴുവൻ വേണമെന്ന് പറഞ്ഞാൽ, പക്ഷേ ബലി അറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തോളൂ, സാധുക്കളായ ആളുകൾക്ക് കൊടുത്തോളൂ. അപ്പം 3 വീതിക്കും, മനസ്സിലായി, 3 ഓഹരിയായിട്ട് വീതിക്കാം. അതിൽ ഒരു ഓഹരി ആർക്ക് എടുക്കാം? ഇനി അയാൾക്ക് ആ ഒരു ഓഹരി കൊണ്ട് തയ്യില്ലെങ്കിൽ അയാൾക്ക് 2 ഓഹരി എടുക്കാം. അയാൾക്ക് അയാളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അടുത്ത ഫ്ലാറ്റുകളിലെ ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഇറച്ചി തന്നെ കൊടുക്കും. പക്ഷെ അറക്കാൻ വേണ്ടിയിട്ട് വക്കാല ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതൊരു അനിഷ്ടമായിട്ട് മാറാൻ പാടില്ല. അയാൾ ആവശ്യപ്പെടുന്ന കൊടുക്കാം. മനസ്സിലായില്ലേ? നമ്മൾ കൊടുത്താൽ മാത്രമേ, നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മാത്രമേ ഇത് കൊടുക്കലായി തീരുള്ളൂ, വേറെ ആൾക്കാർ കൊടുത്താലൊന്നും ഇത് കൊടുക്കലായി തീരൂല എന്ന ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. പലയിടത്തും ആ വിഷയമുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ചില ആളുകൾക്ക്, കമ്മിറ്റികളിൽ ചില ആൾക്ക് എന്നാൽ പിന്നെ നമുക്ക് പെര വെച്ചുണ്ടാക്കാൻ പറയുന്നത് ഇവിടെ തരുന്നത്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. നമ്മളിതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അള്ളാൻ്റെ ഒന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഇത് ഓരോ മനുഷ്യൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. നമ്മളെല്ലാവർക്കും പാടുള്ള സൗകര്യാർത്ഥം നമ്മൾ ഒരുമിച്ച് കൂട്ടി അറുത്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ സേവകന്മാരാണെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ആടിനെ ആണെങ്കിലും ബലിമൃഗത്തെ ആണെങ്കിലും അതിൻ്റെ പ്രായത്തെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രായമൊന്നും നോക്കാതെ ഇത് തിരക്കില്ല, ഇത് നല്ല തടിയുണ്ട്, നല്ല ഇറച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോന്നോട്ടെ. ചിലപ്പോൾ അതിന് 3/4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 1 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ പോത്താന്നുണ്ടെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പം അത് ശരിക്കും നോക്കി. കാരണം എന്താ, ഒരു വ്യക്തിക്കാണ് ഈ വീഴ്ച പറ്റിയത് എങ്കിൽ ആ വ്യക്തിയും പടച്ചവനാണ്, അയാൾക്കാണ് കുറ്റായിൻ്റെ. നമ്മളെന്താ പറയുന്നത്, നിങ്ങളുടെ മേലിലുള്ള അത് ഞങ്ങൾ നടത്തി തരാമെന്ന് പറഞ്ഞ് അയാളുടെ അമാനത്തായിട്ട് അയാളിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പോൾ അയാൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടറിഞ്ഞും മേടിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആടിനെയും. ചില കമ്മിറ്റിക്കാരൊക്കെ പറയും അതൊക്കെ 10-60 ആടിനൊക്കെ ഇറക്കുമ്പോൾ ഇതൊക്കെ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റില്ല, ആ പണിക്ക് വെക്കണ്ട, ഏറ്റെടുക്കണ്ട, ഖലാസ്, തിരിച്ചു കൊടുത്താൽ. നോക്കാൻ പറ്റുമോ, ശ്രദ്ധിക്കാൻ പറ്റുമോ, ഇസ്ലാമിലെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അറവുകാരായ നാട്ടിലുള്ളവരായാലും ഇവിടെ ഉള്ളവരായാലും ആരായാലും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഉത്തരവാദിത്വ ചുമതലകൾ ചിലപ്പോൾ ചില വ്യക്തികളിൽ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇറച്ചി മേടിക്കാൻ മാത്രം വന്നാൽ പോരാ, അത് വിതരണം ചെയ്യാനും അതിൻ്റെ നന്മയിലൊക്കെ ഭാഗമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിലെ ഈ 10 ദിനങ്ങളിലെ എല്ലാ നന്മകളും എല്ലാ ഖൈറാത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അവരുടെ രോഗത്തിന് അള്ളാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ നമ്മുടെ സഹോദരന്മാർ, കുടുംബക്കാർ, ബന്ധുക്കൾ, കൂട്ടുകാർ എല്ലാവർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗവാക്കാവാൻ എല്ലാവരും പരിശ്രമിക്കുക. ഈ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഭാഗവാക്കാകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.